കലോറിയാണ് വേണ്ടത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 2600 കലോറിയാണ് സദ്യയിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ സദ്യയുടെ ഗുണങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രമാത്രം നല്ലൊരു ആഹാരമാണ് സദ്യ. ധാന്യങ്ങളുണ്ട്, പയർവർഗ്ഗങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, പഴങ്ങളുണ്ട്, അണ്ടിപ്പരിപ്പുകൾ, പാലുൽപ്പന്നങ്ങൾ എന്ന് തുടങ്ങി എല്ലാ സാധനങ്ങളും നമുക്ക് മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോറ് കഴിക്കുമ്പോൾ തവിടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ചെമ്പരി തവിടോടുകൂടി കഴിക്കുമ്പോൾ ആ ചോറിൽ വൈറ്റമിൻ ബി ഉണ്ടായിരിക്കും, അതുപോലെ സെലനിയം, അതുപോലെ പൊട്ടാസ്യം, മെഗ്നീഷ്യം, നാര് തുടങ്ങിയത് ധാരാളം ഉണ്ടായിരിക്കും. അപ്പം കഴിക്കുമ്പോൾ ചുവന്ന അരി തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ പരിപ്പും നെയ്യും കൂട്ടിയാണ് സദ്യ തുടങ്ങുന്നത്. പ്രോട്ടീൻ്റെ ഒരു ശേഖരമാണ് പരിപ്പ്. അതുപോലെ തന്നെ ചെറിയ കൊഴുപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പലതരത്തിലുള്ള വൈറ്റമിനും അതിനെയൊക്കെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യണമെങ്കിൽ കൊഴുപ്പ് ആവശ്യമാണ്. എല്ലാ പച്ചക്കറികളെയും ചേർത്ത് തയ്യാറാക്കുന്നതാണ് അവിയൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണത്തിൽ ഏറ്റവും മുന്നിലാണ്. വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് അവിയൽ. ഇതിൽ നാരുകൾ ധാരാളം ഉള്ളതുകൊണ്ട് ദഹനത്തിനും അതുപോലെ ശോധനയ്ക്കും ഇത് സഹായിക്കും. പലതരത്തിലുള്ള പച്ചക്കറികൾ ചേർത്ത് തയ്യാറാക്കുന്നതാണ്